കണ്ണൂരിൽ CSR ഫണ്ട് തട്ടിപ്പിനിരയായവരെ കൈവിട്ട് പ്രൊമോട്ടർമാർ. തട്ടിപ്പ് പുറത്തു വന്നതിന് പിന്നാലെ പണം ചോദിച്ചവരോട് നിങ്ങൾ ഞങ്ങൾക്ക് പണം തന്നിട്ടില്ലല്ലോ എന്നാണ് പ്രൊമോട്ടർമാരുടെ ഇപ്പോഴത്തെ മറുപടി. പ്രൊമോട്ടർമാർക്കെതിരെയും കേസെടുക്കണമെന്നാവശ്യപ്പെട്ട പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് പരാതിക്കാർ. എന്തായാലും നമ്മൾ ആ പൈസ വാങ്ങിയിരിക്കും, ഉറപ്പ്. അതിനുവേണ്ടി നമ്മൾ 1 ലക്ഷമല്ല എത്ര ചെലവാക്കിയാലും സാരമില്ല. കണ്ണൂരുള്ള പെണ്ണുങ്ങളെ പറ്റിച്ചതിന് ഇവനെല്ലാം ഒരു പാഠം പഠിക്കണം. CSR തട്ടിപ്പിലൂടെ അപഹരിച്ച പണം ഏതു വിധേനയും തിരിച്ചു പിടിക്കുമെന്ന ദൃഢനിശ്ചയത്തിലാണ് കണ്ണൂരിൽ തട്ടിപ്പിനിരയായ സ്ത്രീകൾ. പോലീസിൽ പരാതികൾ നൽകുന്നതിനൊപ്പം പ്രതിഷേധ പരിപാടികളും സംഘടിപ്പിക്കാനാണ് ഇവരുടെ തീരുമാനം. അനന്തകൃഷ്ണുവിന്റെ അക്കൗണ്ടിലേക്കാണ് പണം നൽകിയതെന്ന് സമ്മതിക്കുമ്പോഴും തെറ്റായ വാഗ്ദാനങ്ങൾ നൽകി ചതിയിൽപ്പെടുത്തിയ പ്രൊമോട്ടർമാരെയും കോർഡിനേറ്റർമാരെയും പ്രതി ചേർക്കണമെന്നാണ് ആവശ്യം. ഞാൻ 60,000 രൂപ അനന്തകൃഷ്ണന്റെ അക്കൗണ്ടിലേക്കാണ് അടിച്ചു കൊടുത്തത്. പക്ഷെ നമുക്ക് ഈ അനന്തകൃഷ്ണനെ ആർക്കും അറിയില്ല. നമുക്ക് ഈ അറിയാവുന്നത് കോർഡിനേറ്റർമാരെയും പ്രൊമോട്ടർമാരെയും മാത്രമാണ് അറിയുന്നത്. എന്നിട്ട് ഇവിടെ കേസ് എടുത്തതോ ഈ കള്ളന്റെ പേര് മോഹനൻ എന്ന് പറയുന്ന കള്ളന്റെ പേരിലാണ് ഇവർ കേസ് എടുത്തിട്ടുള്ളത്. അവരാണ് നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരുന്നത്. പക്ഷെ അവർ കൊടുത്ത പരാതിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നമ്മളെ പരാതി എടുത്തിട്ടില്ല. അതിനിടെ പണം തിരികെ നൽകി പ്രതിഷേധം അവസാനിപ്പിക്കാനുള്ള ശ്രമം ചുരുക്കം ചില പ്രൊമോട്ടർമാർ നടത്തുന്നുണ്ട്. എന്നാൽ പണം നൽകിയ ആളുകളുടെ എണ്ണം കൂടുതലായതിനാൽ ഇത് ഫലപ്രദമാകുന്നില്ല. ഒരൊറ്റ പരാതിയായി നൽകാനാണ് പോലീസ് പലയിടത്തും നിർദ്ദേശിക്കുന്നത്. എന്നാൽ നിയമപരമായി ആ പരാതികൾ നിലനിൽക്കുമോ എന്ന ആശങ്കയുമുണ്ട്. സ്കൂട്ടർ, ലാപ്ടോപ്പ്, ഗൃഹോപകരണങ്ങൾ തുടങ്ങി വ്യത്യസ്ത ഇനങ്ങൾക്ക് വെവ്വേറെ പ്രൊമോട്ടർമാർ വഴിയാണ് ആളുകൾ അപേക്ഷ നൽകിയത്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തട്ടിപ്പിനിരയായവർക്ക് വേണ്ടി അഭിഭാഷകരുടെ സാന്നിധ്യത്തിൽ ഹെൽപ്പ് ഡെസ്ക് സംഘടിപ്പിച്ചു. അതേസമയം തട്ടിപ്പ് നടത്തിയത് ആരായാലും നടപടി വേണമെന്നാവശ്യപ്പെട്ട CPIM രാഷ്ട്രീയം വളർത്താൻ BJP ഈ തട്ടിപ്പിനെ ഉപയോഗിച്ചുവെന്ന് ആരോപിച്ചു. ഇലക്ടറൽ ബോണ്ടിലൂടെ കോടികൾ നേടിയെടുത്ത 2 ദേശീയ രാഷ്ട്രീയ പാർട്ടികളുണ്ട്, BJPയും കോൺഗ്രസും. അപ്പം അവർക്കാണ് ഇത്തരത്തിൽ കള്ളപ്പണം ഒഴുകിയെത്തുന്നത്. അത് കേരളത്തിലേക്ക് അവർ ഒഴുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് CPIMനെ സംബന്ധിച്ചിടത്തോളം അശേഷം സംശയമില്ല, ഞങ്ങളുടെ ഉത്തരവാദപ്പെട്ട ഒരാളും ഈ കള്ളപ്പണം വെള്ളപ്പണമാക്കുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവരല്ല. ഇനി ആരെങ്കിലും ഏർപ്പെട്ടാൽ അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നതിന് ഒരു തടസ്സവും ഞങ്ങൾക്കില്ല. ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകളിൽ ഇപ്പോഴും പരാതികൾ എത്തുന്നുണ്ട്. 3000-ലേറെ പരാതികൾ നിലവിൽ ലഭിച്ചു കഴിഞ്ഞു. ന്യൂസ് മലയാളം, കണ്ണൂർ.